ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ റീസെൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസംഷൻ എന്ന വീഡിയോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ബുക്ക് എക്സ് ഈസ് ദ ബെസ്റ്റ് ബുക്ക് ഓൺ സെൽഫ് ഇംപ്രൂവിങ് ഷോയിങ് ആഡ്സ് ഓൺ ഫേസ്ബുക്ക്. അപ്പോൾ ഫേസ്ബുക്കിലെ ബുക്ക് എക്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ബുക്കാണ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് ആഡ് പറയുന്നത്. അതിൻ്റെ അസംഷൻ എന്ന് പറയുമ്പോൾ നോ അതർ ബുക്ക് ഈസ് ബുക്ക് ഗുഡ് ആസ് ദ ബുക്ക് എക്സ്. രണ്ടാമത്തെ വശം ദർ ഈസ് നോ അതർ ബുക്ക് അവൈലബിൾ ദെൻ ബുക്ക് എക്സ്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് എക്സ് ആണ് ബെസ്റ്റ് ബുക്ക് എന്നുള്ളത്. അപ്പം അസംഷൻ 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ അതർ ബുക്ക് ഈസ് ഗുഡ് ആസ് ദ ബുക്ക് എക്സ്. ബുക്ക് എക്സിനെ പോലെ വേറൊരു ബുക്ക് വരുന്നില്ല. അത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല എന്ന് പറയാൻ കാര്യം ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിന് എല്ലാത്തുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഈ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു സാധനമില്ല എന്നാണ്. അപ്പം നമ്മുടെ അസംഷനിൽ പറയുന്ന വേറെ നോ അതർ ബുക്ക് ഈസ് ഗുഡ് എന്ന് രണ്ടും ഒരേ മീനിങ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ 1 ഇംപ്ലിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അസംഷൻ 2 എന്താണ് പറയുന്നത് ദെയർ ഈസ് നോ അതർ ബുക്ക് അവൈലബിൾ ദെൻ ബുക്ക് എക്സ് എന്നാണ്. അതായത് വേറൊരു ബുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ബുക്ക് എക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് എക്സ് എന്ന് പറയുന്നതാണ് ബെസ്റ്റ് ബുക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം വേറൊരു ബുക്കിൻ്റെ കാര്യം ഇവിടെ പറയേണ്ടതില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 അവിടെ റോങ് ആണ് എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 2 ഇവിടെ വാലിഡ് അല്ല. നമ്മളെ അസംഷൻ എന്താണ് റോങ് ആണ്. അപ്പം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഒൺലി ഇംപ്ലിസിറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് ഇംപ്ലിസിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇനി അതിൽ നിന്ന് മനസ്സിലായല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ഫോളോ ചെയ്യുന്നത്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 2 1 ഫോളോ ചെയ്യുന്നുണ്ട്, 2 ഫോളോ ചെയ്യുന്നില്ല. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 ബിക്കോസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ് ഓൺ റോഡ് റീച്ചിങ് ദ റെയിൽവേ സ്റ്റേഷൻ ഓൺ ടൈം ഹാസ് ബിക്കം ഡിഫിക്കൽട്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്തിൽ എത്തുന്നത് വളരെ പ്രയാസകരമായിട്ട് വന്നേക്കുവാണ്. കാരണം എന്ന് പറയുമ്പോൾ ഈ വോളണ്ടിയേഴ്സ് ഉണ്ടായത് കൊണ്ട്. അപ്പം അസംഷൻ എന്തുവാ റീച്ചിങ് ദ റെയിൽവേ സ്റ്റേഷൻ ഓൺ ടൈം മേ ബി ഓൾവേസ് നെസസറി, നോട്ട് ഓൾവേസ് നെസസറി. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ അതർ കൺവീനിയൻറ്റ് റോഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഓൺ ടൈമിൽ എത്തുന്നത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ കൺവീനിയൻ്റ് ആയിട്ടുള്ള റോഡ് ഇല്ലാത്തത് കൊണ്ട്. അപ്പം ആദ്യത്തേത് നമ്മൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ടൈം എത്താൻ ആവശ്യമില്ല എന്നതിൽ പറയുന്നില്ല, ഡിഫിക്കൽട്ടാണെന്നേ പറയുന്നുള്ളൂ. അപ്പം വേറൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള റോഡ് ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് റോഡിലെത്തുന്നത് സാധ്യമല്ല. അപ്പം അസംഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അസംഷൻ 2 ഇംപ്ലിസിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആവശ്യമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഡൗട്ടുണ്ടെങ്കിലും ഇനി ഇതിപ്പോൾ QA ആയാലും എന്നെ